ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു പഴം നിറച്ചതിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. എപ്പോഴും പറയുന്ന പോലെ ആരെങ്കിലും പുതുതായിട്ട് നമ്മുടെ ചാനലിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 ഏത്തപ്പഴം, നല്ല പഴുത്ത ഏത്തപ്പഴം ഞാൻ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. കറുത്ത കളറൊന്നും ആയിട്ടില്ല, പക്ഷേ നല്ല മധുരമുള്ള പഴമാണിത്. ഇനിയിപ്പോൾ നമുക്ക് ഈ പഴത്തിൻ്റെ തോലൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം ഒരു കത്തി വെച്ചിട്ട് ഇതേപോലെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യുക. അതിന് ശേഷം അതിൻ്റെ ഉള്ളിലുള്ള കറുത്ത നാര് പോലെ ഉണ്ടല്ലോ, അത് നമുക്കൊന്ന് കളഞ്ഞെടുക്കാം. കളഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഞാനിപ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് അത് കളയണമെന്നേ ഉള്ളൂ. പിന്നെ അതിൻ്റെ പുറത്തുള്ള ചെറിയ നാരും അതും നമുക്ക് കളയണം. അപ്പോൾ ഞാൻ എല്ലാവരും ക്ലീൻ ചെയ്തതിന് ശേഷം ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ അതാ ഞാനിവിടെ എല്ലാവരും ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഞാനിപ്പോൾ ആദ്യം ഒന്ന് കൈ വെച്ചിട്ട് ഉടച്ചെടുക്കുന്നുണ്ട്, അതിന് ശേഷം ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഞാനിവിടെ നന്നായി ഉടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല പഴുത്ത പഴമായതുകൊണ്ട് തന്നെ കുറച്ച് സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാനിത് ഫ്രിഡ്ജിൽ ഒരു അരമണിക്കൂർ വെക്കുന്നുണ്ട്, ഒന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന പഴം പഴുത്തതാണെങ്കിൽ ഇതേപോലെ വെച്ചാൽ മതി, അല്ലെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ അതൊന്ന് സെറ്റായി വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് വേണ്ട ഫില്ലിങ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് സ്റ്റവ് ഓൺ ആക്കിയിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഞാൻ ചേർത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ടിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് ഉണക്കമുന്തിരിയാണ് ചേർക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 3 കൈപ്പിടി തേങ്ങ ചിരവിയത് ചേർക്കുന്നുണ്ട്. ഇത് ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ആ തേങ്ങയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നവരെ നമുക്കൊന്ന് ഇളക്കിയിടാം. അപ്പോൾ അതായത് ഏകദേശം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കാം കേട്ടോ. എന്നതിന് ശേഷം നമുക്കിതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ അതാ ഇവിടെ തേങ്ങ റെഡി ആയിട്ടുണ്ട്, ഫില്ലിങ് റെഡിയായി. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് ഏലക്ക പൊടിച്ച് ചേർക്കുന്നുണ്ട്. ഏലക്ക പഞ്ചസാരയും കൂടി മിക്സിയിൽ പൊടിച്ചെടുത്തതാണ്. ഇതിൻ്റെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കാം. അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതേപോലെ ഇതാ നമ്മുടെ പഴത്തിൻ്റെ കൂട്ടും സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം ഒന്നും കൂടി. എന്നതിന് ശേഷം നമ്മുടെ കയ്യിൽ കുറച്ച് എണ്ണയോ നെയ്യോ തടവിയതിന് ശേഷം ഒരു ചെറിയ ഉരുളെടുക്കുക. അതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് കയ്യിൽ വെച്ചിട്ടൊന്ന് പരത്തിയെടുക്കുക. നമ്മൾ കൊഴുക്കട്ടയ്ക്കൊക്കെ ചെയ്യില്ല, അതേപോലെ നമുക്കൊന്ന് പരത്തിയെടുക്കണം. ഇതാ കണ്ടില്ലേ, ഇതേപോലെ ഒന്ന് പരത്തിയെടുക്കാം. അതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഫില്ലിംഗ് ഉണ്ടല്ലോ, അത് ഇതിനകത്തേക്ക് ചേർക്കാം. കുറേശ്ശെ വെച്ച് കൊടുത്താൽ മതി, ഒത്തിരി വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. എന്നതിന് ശേഷം നമ്മൾ കൊഴുക്കട്ട റെഡിയാക്കുന്ന പോലെ ഇതേപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ നീളത്തിലാണ് കേട്ടോ അത് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ എവിടെയെങ്കിലും ഹോള് പോലെയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് കൈ ഒന്ന് എണ്ണയിൽ മുക്കിയിട്ട് ഒന്ന് ഇതാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെല്ലാവരും ക്ലീനായി കിട്ടും. അപ്പോൾ ഇതേപോലെ ഒരു എണ്ണ തടവിയ പാത്രത്തിലേക്കാണ് ഞാൻ ഈ റെഡിയാക്കിയത് എല്ലാവരും വെക്കുന്നത്. അപ്പോൾ ഇതേപോലെ ഞാൻ എല്ലാവരും റെഡിയാക്കി എടുക്കട്ടെ. അപ്പോൾ ഒരു 6 എണ്ണം ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ, 2 പഴത്തിൽ നിന്ന്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് എണ്ണയോ വെളിച്ചെണ്ണയോ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടമെന്ന് വെച്ചാൽ അത് ഒഴിക്കാം. ഇതൊന്ന് മുങ്ങിക്കിടന്ന് പൊരിയണം, അതിന് വേണ്ടിയിട്ടുള്ള എണ്ണ ഒഴിക്കുക. അപ്പോൾ എണ്ണ ചൂടായപ്പോൾ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനപ്പോൾ ഓരോന്ന് വെച്ചിട്ടാണ് കേട്ടോ അത് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ ഞാൻ എല്ലാവരും റെഡിയാക്കിയതിന് ശേഷം കാണിച്ചു തരാം. അപ്പോൾ 6 എണ്ണം ഞാനിവിടെ പൊരിച്ചെടുത്തിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ എണ്ണ എക്സസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ടിഷ്യൂ പേപ്പറിലേക്ക് വെച്ച് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട് ഉള്ളിൽ. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യൂ. കുട്ടികൾക്ക് ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്ത് വിടാം. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്